ഇതൊരു അഗ്രസീവ് പ്രൈസിംഗ് അല്ലേ? ടെസ്ല അവരുടെ മോഡൽ വൈയുടെ ഒരു ലോങ് വീൽ ബേസ് വേരിയന്റ് ഒരു അഗ്രസീവ് പ്രൈസിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. 150 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്ന ഈ ഒരു വാഹനം 3 റോയിലായി 6 സീറ്റ് ഓപ്ഷനിലാണ് വരുന്നത്. നേരത്തെ ലോഞ്ച് ചെയ്ത മോഡൽ വൈക്ക് 2 റിയൽ വീൽ ഡ്രൈവ് വേരിയന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വേരിയന്റ് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും. 500 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന മോഡൽ വൈയുടെ പ്രീമിയം റിയൽ വീൽ ഡ്രൈവ് വേരിയന്റിന് 59.89 ലക്ഷമായിരുന്നു വില. 661 കിലോമീറ്റർ ലോങ് റേഞ്ച് ഓഫർ ചെയ്യുന്ന റിയൽ വീൽ ഡ്രൈവ് വേരിയന്റിന് 67.89 ലക്ഷം രൂപയായിരുന്നു വില. ഈ രണ്ട് മോഡലുകൾക്കും ഇടയിലായിട്ടാണ് ലോങ് വീൽ ബേസിന്റെ ഓൾ വീൽ ഡ്രൈവ് വേരിയന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 681 കിലോമീറ്റർ റേഞ്ച് 61.99 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും. 0 നിന്നും 100 5 സെക്കൻഡുകൾ മാത്രം മതി. ഓൾ വീൽ ഡ്രൈവ് നൽകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ടെസ്ല മോഡലും മോഡൽ വൈയുടെ ഏറ്റവും റേഞ്ച് കൂടിയ ഒരു വേരിയന്റുമായിരിക്കും ഈ ഒരു ലോങ് വീൽ ബേസ് വേരിയന്റ്. ടെസ്ലയുടെ സൂപ്പർ ചാർജർ നെറ്റ്വർക്ക് വഴി 15 മിനിറ്റ് ഫാസ്റ്റ് ചാർജിംഗിൽ 288 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള റേഞ്ചും ലഭിക്കും. മോഡൽ വൈയിൽ നിന്നും വ്യത്യസ്തമായി റൂഫ് ഏരിയയിലും അതേപോലെ തന്നെ 19 ഇഞ്ച് വീൽസിന്റെ ഡിസൈനിലുമാണ് കാര്യമായ എക്സ്റ്റീരിയർ ചേഞ്ച് വന്നിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ 3 റോ സീറ്റും സെക്കൻഡ് റോ ക്യാപ്റ്റൻ സീറ്റും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റവും ഇലക്ട്രോണിക് ഡാമ്പിംഗ് ഷോക്സും നൽകിയിട്ടുണ്ട്. ലെങ്ത് 4969 മില്ലിമീറ്റർ ആണ്. വിഡ്ത്ത് 1982 മില്ലിമീറ്റർ. അതിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഹൈറ്റ് 1668 മില്ലിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് 2 മില്ലിമീറ്റർ കൂട്ടി 171 മില്ലിമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റെൽത്ത് ഗ്രേ ഷെയ്ഡ് ഓപ്ഷനാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ഇന്റീരിയറിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. കൂടാതെ മറ്റ് കളർ ചേഞ്ചുകളിലേക്ക് അഡീഷണൽ കോസ്റ്റ് നൽകണം. 9 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് അഡാസ് ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയി വരുന്നുണ്ട്. ബാറ്ററി യൂണിറ്റിന് 8 വർഷം അല്ലെങ്കിൽ 1,92,000 കിലോമീറ്ററാണ് വാറണ്ടി ടെസ്ല ഓഫർ ചെയ്യുന്നത്. BYD C-Line 7, BMW iX1 ലോങ് വീൽ ബേസ്, മിനി കൺട്രിമൻ ഇലക്ട്രിക്, കിയ EV6, വോൾവോ EC40 എന്നീ മോഡലുകളുമായിട്ടായിരിക്കും ഈ ഒരു വേരിയന്റ് മത്സരിക്കുന്നത്. ഈ ഒരു ലോഞ്ചിനെ പറ്റി എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട.